എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തുടരുന്നത് ഏറെ ആകാംക്ഷ നിറഞ്ഞ രക്തം പുരണ്ട റോസാപ്പൂക്കൾ എന്ന കഥയുടെ അടുത്ത ഭാഗമാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ നിർത്തിയ ആ വലിയ രഹസ്യത്തിന്റെ ചുരുളുകൾ ഇന്ന് അഴിയുകയാണ്. അധ്യായം 11. തിരിച്ചുവരവ്. ഹോസ്പിറ്റൽ ICUവിലെ ആ തണുത്ത അന്തരീക്ഷത്തിൽ മെഷീനുകളുടെ നിർത്താതെയുള്ള ബീപ് ശബ്ദം പെട്ടെന്നൊരു നീണ്ട മൂളലായി മാറി. മോണിറ്ററിലെ ആ പച്ചവര നേർരേഖയായി മാറിയ നിമിഷം ഡോക്ടർമാർ നിസ്സഹായരായി കൈകൾ താഴ്ത്തി. ആര്യന്റെ ശരീരം പൂർണ്ണമായും നിശ്ചലമായിരുന്നു. മരണം ആ മുറിയിൽ അതിന്റെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു എന്ന് എല്ലാവരും ഉറപ്പിച്ചു. ഐ എം സോറി മീര, ഹി ഈസ് നോ മോർ, ചീഫ് സർജൻ തല താഴ്ത്തി പറഞ്ഞു. പക്ഷെ മീര അത് കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. പ്രണയം ചിലപ്പോൾ യുക്തിക്കും ശാസ്ത്രത്തിനും അപ്പുറമാണ്. അവൾ എല്ലാ പ്രോട്ടോക്കോളുകളും ലംഘിച്ച് ആര്യന്റെ അടുത്തേക്ക് ഓടിക്കയറി. അവന്റെ തണുത്തുറഞ്ഞ കൈകളിൽ അവൾ മുറുകെ പിടിച്ചു. ആര്യൻ, നിങ്ങൾ എന്നെ ഇങ്ങനെ ചതിക്കില്ല. നിങ്ങൾ തോറ്റുകൊടുക്കുന്നവനല്ല. എനിക്ക് വേണ്ടി, ഈ ലോകത്തിനു വേണ്ടിയല്ലെങ്കിലും എനിക്ക് വേണ്ടി നിങ്ങൾ മടങ്ങി വന്നേ തീരൂ. അവളുടെ കണ്ണുനീർ ആര്യന്റെ കൈകളിൽ തട്ടിച്ചിതറി. ആ നിമിഷം അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. വൈദ്യശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത ഒന്ന്. ആര്യന്റെ വിരലുകൾ ഒന്ന് ചലിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ മോണിറ്ററിൽ ഒരു ചെറിയ മിടിപ്പ് തെളിഞ്ഞു. നേർരേഖ വീണ്ടും വക്രരേഖകളായി മാറി. ആര്യന്റെ ഹൃദയം വീണ്ടും സ്പന്ദിച്ചു തുടങ്ങി. മരണം വിരിച്ച വലക്കണ്ണികൾ തകർത്ത് അവൻ ജീവിതത്തിലേക്ക് മടങ്ങി വരികയായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ആര്യൻ പതുക്കെ ബോധത്തിലേക്ക് മടങ്ങി വന്നു. അവൻ കണ്ണു തുറക്കുമ്പോൾ കണ്ടത് തളർന്നുപോയിട്ടും ആത്മവിശ്വാസം കൈവിടാത്ത മീരയുടെ മുഖമാണ്. അവന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ അവന്റെ കണ്ണുകൾ മീരയോട് 1000 കഥകൾ പറഞ്ഞു. ആ കണ്ണുകളിൽ പഴയ ആ ക്രൂരതയോ പകയോ ഉണ്ടായിരുന്നില്ല. മറിച്ച് ഒരു വലിയ തിരിച്ചറിവിന്റെ പ്രകാശമായിരുന്നു. ആര്യന്റെ തിരിച്ചുവരവ് നഗരത്തിൽ ഒരു ഭൂകമ്പം പോലെ പടർന്നു. ഷെരീഫിന്റെയും സഞ്ജയുടെയും ബാക്കിയുള്ള അനുയായികൾ ഭയന്നു വിറച്ചു. ആര്യൻ വീണ്ടും ആയുധമെടുക്കുമെന്നും തങ്ങളെ വേട്ടയാടുമെന്നും അവർ കരുതി. എന്നാൽ മടങ്ങിവന്ന ആര്യൻ മറ്റൊരു മനുഷ്യനായിരുന്നു. മീര. മരണത്തിന്റെ ആ ഇരുട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അവിടെ എനിക്ക് കൂട്ടുണ്ടായിരുന്നത് എന്റെ ചോരപ്പുരണ്ട ഓർമ്മകൾ മാത്രമാണ്. ഇനി എനിക്ക് ആ പഴയ ജീവിതത്തിലേക്ക് പോകാൻ കഴിയില്ല. പതുക്കെ സുഖം പ്രാപിച്ചു വന്ന ഒരു വൈകുന്നേരം ആര്യൻ മീരയോട് പറഞ്ഞു. ആര്യൻ പൂർണ്ണമായി സുഖം പ്രാപിച്ച ശേഷം ചെയ്ത ആദ്യത്തെ കാര്യം എല്ലാവരെയും ഞെട്ടിച്ചു. അവൻ തന്റെ വിശ്വസ്തനായ പ്രകാശിനെ വിളിച്ച് തന്റെ പക്കലുള്ള എല്ലാ രഹസ്യരേഖകളും കമ്പ്യൂട്ടർ ഡിസ്കുകളും എത്തിക്കാൻ പറഞ്ഞു. ഇൻസ്പെക്ടർ വിജയിനെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു വരുത്തി ആര്യൻ ആ രേഖകൾ കൈമാറി. ഇതിൽ കൊച്ചിയിലെ അധോലോകത്തിന്റെ മുഴുവൻ ജാതകവുമുണ്ട് വിജയ്. ഇത് നിയമത്തിന് കൈമാറണം. കൂടെ എന്നെയും. വിജയ് അത്ഭുതത്തോടെ അവനെ നോക്കി. ആര്യൻ, നിനക്കറിയാമോ നീ എന്താണ് ചെയ്യുന്നതെന്ന്? ഈ തെളിവുകൾ വെച്ച് നിനക്ക് വർഷങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വരും. നിന്റെ സാമ്രാജ്യം ഇല്ലാതാകും. ആര്യൻ മീരയെ നോക്കി പുഞ്ചിരിച്ചു. എനിക്ക് ഒരു സാമ്രാജ്യവും വേണ്ട വിജയ്. എനിക്ക് വേണ്ടത് മീരയുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന ഒരു ജീവിതമാണ്. ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് സമാധാനമുണ്ടാകൂ. നിയമത്തിന് മുന്നിൽ ആര്യൻ കീഴടങ്ങി. കോടതി അവനെ വിചാരണ ചെയ്തു. അവന്റെ കുറ്റസമ്മതവും ശത്രുക്കളെ അമർച്ച ചെയ്യാൻ പോലീസിനെ സഹായിച്ചതും പരിഗണിച്ച് കോടതി അവന് 7 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. ആര്യൻ ജയിലിലേക്ക് പോകുമ്പോൾ മീര തകർന്നു പോയില്ല. അവൾ അവനു വേണ്ടി കാത്തിരിക്കാൻ തീരുമാനിച്ചു. ജയിലിലെ സന്ദർശക മുറിയിൽ വെച്ച് അവർ ഓരോ ആഴ്ചയും കണ്ടുമുട്ടി. ആ കമ്പിക്കഴികൾക്കപ്പുറം ഇരുന്ന് ആര്യൻ ഒരു പുതിയ മനുഷ്യനായി മാറുന്നത് അവൾ കണ്ടു. ജയിലിനുള്ളിൽ ആര്യൻ ഒരു ലൈബ്രറി സ്ഥാപിച്ചു. ഗുണ്ടകളായി എത്തിയ യുവാക്കളെ നല്ല വഴിക്ക് നയിക്കാൻ അവൻ ശ്രമിച്ചു. പുറത്ത് ആര്യന്റെ പഴയ സമ്പാദ്യം പ്രകാശ് വഴി പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി വിനിയോഗിക്കപ്പെട്ടു. ആര്യൻ എന്ന പേര് ഭയത്തിന്റെ അടയാളത്തിൽ നിന്ന് കാരുണ്യത്തിന്റെ അടയാളമായി മാറി. ശിക്ഷാ കാലാവധി അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം. മീര തന്റെ ഹോസ്റ്റലിലെ താമസം അവസാനിപ്പിച്ചു. അവൾ ആര്യനു വേണ്ടി ഒരു പുതിയ ലോകം ഒരുക്കുകയായിരുന്നു. ചോരക്കറ പുരണ്ട കൊച്ചി നഗരത്തിൽ നിന്നും മാറി മഞ്ഞും മഴയും പുലരിയും മാത്രം കൂട്ടിനുള്ള ഒരു ഗ്രാമം അവൾ കണ്ടെത്തി. ആര്യന്റെ തിരിച്ചുവരവ് വെറുമൊരു ശാരീരികമായ തിരിച്ചുവരവായിരുന്നില്ല. അതൊരു ആത്മാവിന്റെ വീണ്ടെടുപ്പായിരുന്നു. പ്രണയത്തിന് ഒരു മനുഷ്യനെ എത്രത്തോളം മാറ്റാൻ കഴിയുമെന്നതിന്റെ ഉദാഹരണമായി ആര്യൻ മാറി. മരണത്തിന്റെ വാതിലിൽ നിന്നും മടങ്ങിവന്ന ആര്യൻ തന്റെ ഭൂതകാലത്തെ നിയമത്തിന് മുന്നിൽ ദാനം ചെയ്തു. അവൻ ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു. ഇനി ശേഷിക്കുന്നത് ആര്യനും മീരയും ആഗ്രഹിച്ച ആ പുലരിയിലേക്കുള്ള യാത്രയാണ്. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.